വിൽപത്രത്തിൻ്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ മറ്റ് ROR മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കൈമാറ്റ ആധാരം തടഞ്ഞു വെക്കുവാൻ ഒരു സബ് രജിസ്ട്രാർക്ക് അവകാശമുണ്ടോ എന്നുള്ള ഒരു സംശയം ഒരാൾ പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് സബ് രജിസ്ട്രാറിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അധികാരങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക്. Out of Court, the Legal Counseling Center Cochin. Legal awareness make you more power. സംഭവം ഇതാണ്. ഒരച്ഛൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വെള്ള പേപ്പറിൽ രണ്ട് സാക്ഷികളൊക്കെ വെച്ചിട്ട് ഒരു നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിൽപത്രം ഉണ്ടാക്കി വെച്ചിരുന്നു. രണ്ട് മക്കളാണ്. മൂത്ത മകനാണ് സ്വത്തിൻ്റെ ഇതൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇളയ മകൻ എതിർപ്പൊന്നുമില്ല, കാരണം ഇളയ മകൻ വേറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ഈ ഒരു മകൻ ഈ ഒരു രജിസ്റ്റർ ചെയ്യാത്ത ബില്ലുമായിട്ട് ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചു. ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റനുബന്ധ രേഖകളും മറ്റുമൊക്കെ ആയിട്ട് നേരെ വില്ലേജ് ഓഫീസറെ പോയി കണ്ടു. വില്ലേജ് ഓഫീസർ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും മറ്റേ സഹോദരനെ കൂടെ കാര്യം അറിയിച്ചു. സഹോദരന് എതിർപ്പില്ല എന്നറിയിച്ചു. അതായത് മ്യൂട്ടേഷൻ പ്രോസസ്സുകൾ, പോക്കൂറ് പ്രോസസ്സുകളൊക്കെ വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞു. അതിന് പ്രകാരം ഈ സ്വത്ത് ഇയാളുടെ പേരിലേക്ക് മ്യൂട്ടേഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു. ടാക്സ് അടച്ച് കിട്ടുകയും ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം ഈ മകൻ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ തീരുമാനിച്ചു. അതിന് ഭാഗമായിട്ട് കൈമാറ്റാധാരം, ഈ വിൽപ്പത്രമാണ് കൈമാറ്റാധാരം ചെയ്യുവാനായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസ് ചെന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ രജിസ്ട്രാർ ഉടക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ ഇത് രജിസ്റ്റർ ചെയ്യാത്ത വിൽപ്പത്രമാണെന്ന് പറയുന്നത്, എനിക്കത് കാണണം, അതിൻ്റെ സാധുത എനിക്ക് പരിശോധിക്കണം, ROR എവിടെ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ഒരു ആധാരം നടക്കാത്ത രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു അധികാരം അദ്ദേഹത്തിന് ഉണ്ടോ? വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു വിൽപത്രത്തിന് സാധുതയ്ക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം. രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൺസീൽഡ് ആയിട്ട് ഒരു വിൽപത്രം കണക്ക് തന്നെയാണ് ഒരാൾ അദ്ദേഹത്തിന് ഇഷ്ടം എഴുതി വെക്കുന്ന വെള്ളപ്പേപ്പറിലായാലും രണ്ട് സാക്ഷികളോടുകൂടി എഴുതിയപ്പെടുന്ന ഒരു വിൽപത്രത്തിന് സാധുത അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള കുറച്ച് പ്രോസസ്സുകൾ എതിർപ്പുണ്ടെങ്കിൽ മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. അത് നമ്മുടെ 1925 നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ടിലും ഒപ്പം തന്നെ 1908 രജിസ്ട്രേഷൻ ആക്ടിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യാത്ത ഒരു ബില്ലിനും അതിൻ്റെ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അത് മാത്രമല്ല. ഓൾറെഡി മക്കൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഓൾറെഡി ഇത് വില്ലേജ് ഓഫീസിലേക്ക് എത്തി, ഭരണ സർട്ടിഫിക്കറ്റും മറ്റനുബന്ധ രേഖകളൊക്കെ ഹാജരാക്കി ആ മകൻ്റെ പേരിലേക്ക് മ്യൂട്ടേഷൻ നടത്തി കിട്ടു. ആ മ്യൂട്ടേഷൻ നടത്തി കിട്ടിയ പ്രോപ്പർട്ടി വിൽക്കുവാൻ ചെന്നപ്പോൾ രജിസ്ട്രാർക്ക് ഒരു പ്രശ്നം, അത് അച്ഛൻ്റെ ആ ഒരു വിൽപത്രം എനിക്കൊന്ന് കാണണം, പഴയ വിൽപത്രം കാണും, അങ്ങനെയുള്ള യാതൊരു അവകാശങ്ങളും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. എന്തൊക്കെയാണ് പിന്നിൽ അപ്പോൾ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു സബ് രജിസ്ട്രാർക്ക് ഈ ഒരു വസ്തു കൈമാറ്റത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അദ്ദേഹം ഈ പറഞ്ഞ ROR പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ പരിശോധിക്കാനാണ് അവിടെ വില്ലേജ് ഓഫീസർ ഇരിക്കുന്നത്. അദ്ദേഹം നോക്കേണ്ടത് ഈ പ്രോപ്പർട്ടി വിൽക്കുവാൻ കൊണ്ടു ചെല്ലുമ്പോഴുള്ള ഫെയർ വാല്യൂ കൃത്യമാണോ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. ഇത് ഈ വാങ്ങുവാനും വിൽക്കുവാനും വന്നിരിക്കുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി പരിശോധിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണോ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന അയാളുടെ ജോലിയാണ്. ഇതിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്നുണ്ടോ, രജിസ്ട്രേഷൻ്റെ ഫീസ് അടയ്ക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള സബ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൻ്റെ കീഴിലാണ് ഈ ഒരു ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വരുന്നത് നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അതല്ലാണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും നോക്കുവാനുള്ള അവകാശം ഒരു സബ് രജിസ്ട്രാർക്ക് നിയമങ്ങൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ROR ഒക്കെ പരിശോധിക്കേണ്ടി വരിക പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി രജിസ്റ്റർ ചെയ്യാൻ, സർക്കാരിന് വേണ്ടി പണം ഈ പറഞ്ഞ ടാക്സുകൾ പിരിക്കുവാനും അത് എഴുതുവാനും മാത്രമുള്ള ഒരു ചുമതല മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ വലിയ ഭാരികമായ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പുണ്യവാഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഓൾറെഡി മ്യൂട്ടേഷൻ നടത്തി കിട്ടിയപ്പെട്ട ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം, അച്ഛൻ എഴുതി കൊടുത്ത ആ ഒരു വിൽപത്രം ഒറിജിനലാണെന്ന് അത് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടത് കോടതിയിലാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒരു രജിസ്റ്റർ അല്ലാത്തൊരു വിൽപത്രം മ്യൂട്ടേഷനായിട്ട് വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസിൽ മറ്റുള്ള ലീഗൽ ഹേസിനെ വിളിച്ചു വരുത്തുന്നു. ഒരാൾ പറയുകയാണ്, എനിക്കിതിൽ എതിർപ്പുണ്ട്, ഇത് അദ്ദേഹം എഴുതിയാണ് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വില്ലേജ് ഓഫീസിലേക്ക് പറയാം, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കൺസേൺഡ് സിവിൽ കോടതിയിലേക്ക് പോകൂ, സിവിൽ കോടതി തീരുമാനിക്കട്ടെ. പിന്നീട് കോടതിയും ഈ രണ്ടുപേരും തമ്മിലുള്ള ലിറ്റിഗേഷനാണ് നടക്കേണ്ടത്. അതിനുശേഷം കോടതി തീരുമാനിക്കുകയാണ് ആരാണ് അവകാശി എന്നുള്ളത്. അവിടെ അല്ലാണ്ട് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർക്കോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു റവന്യൂ അധികാരികൾക്കോ അതിനകത്ത് റോളില്ല. അവിടെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിലെ ജോലി ആ പ്രോപ്പർട്ടിക്ക് പറഞ്ഞിരിക്കുന്ന നാട്ടിലുള്ള ഫെയർ വാല്യൂ അനുസരിച്ച് തന്നെയാണോ അതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി സ്വീകരിച്ചിരിക്കുന്നത്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അഭികാമ്യം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ROR ഒക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഭാരിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ ബില്ല് ഒറിജിനലാണെന്ന് നോക്കേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനില്ല. അത് കോടതികളാണ്. ഇനി അദ്ദേഹത്തിന് അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ മറ്റു കൂടെയുള്ള അവകാശികൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ കോടതി പോകാൻ പറയാം. ഇത് മറ്റവകാശികൾക്കാർക്ക് എതിർപ്പൊന്നുമില്ല, പിന്നെ എന്താണ്, മ്യൂട്ടേഷൻ നടന്ന പ്രോപ്പർട്ടിയാണ്. അപ്പം മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ
സബ് രജിസ്ട്രാർക്ക് അത്തരത്തിലുള്ള വലിയ കടുത്ത അധികാരങ്ങളൊന്നുമില്ല. ഗവൺമെന്റിന് വേണ്ടി ടാക്സ് പിരിക്കാണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഒരു സബ് രജിസ്ട്രാർ എന്ന് ഓർത്തിരിക്കുക. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power.